സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ ബ്രേസിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു 1.6 mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റ്, ലാപ്പ് ജോയിന്റ്, ടി ജോയിന്റിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇതിന് കഴിയും. ബ്രേസിംഗിന് വേണ്ട നോസിൽ, ഫില്ലർ റോഡ്, ഫ്ലക്സ്, ഫ്ലെയിം എന്നിവ തിരഞ്ഞെടുക്കുക. സ്ക്വയർ ബട്ട് ജോയിന്റ്, ലാപ്പ് ജോയിന്റ്, ടി ജോയിന്റ് എന്നിവയ്ക്കുള്ള ഷീറ്റുകൾ സെറ്റ് ചെയ്ത് തയ്യാറാക്കുക. പോരായ്മകൾ അറിയാൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. ബ്രേസിംഗ് ഉപയോഗിച്ച് ഒരു 1.6 mm കനമുള്ള MS ഷീറ്റിൽ ഒരു സ്ക്വയർ ബട്ട് ജോയിന്റ്, ലാപ്പ് ജോയിന്റ്, ടി ജോയിന്റ് എന്നിവയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്. ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റൈലിൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, ഒരു റെസ്പിറേറ്റർ. ഇപ്പോൾ നമുക്ക് ബ്രാസിംഗ് പ്രോസസ്സിലൂടെ 1.6 mm കനമുള്ള ഒരു MS ഷീറ്റിൽ സ്ക്വയർ ബട്ട്, ലാപ്പ് ആൻഡ് ടി ജോയിൻസിന് വേണ്ട പ്രധാനപ്പെട്ട പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. ആദ്യം ഷീറ്റുകൾ മുറിക്കുക. ജോയിന്റ് സ്ക്വയറിന്റെ അറ്റത്ത് ഫയൽ ചെയ്യുക. വയർപൂൾ ഉപയോഗിച്ച് സർഫസ് ഓക്സൈഡ് നീക്കം ചെയ്ത് വൃത്തിയാക്കുക. ഫില്ലർ റോഡിന് ഫ്ലക്സ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അവസാനം ഓക്സിഡൈസിംഗ് ഫ്ലെയിം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബ്രാസിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു 1.6 mm കനമുള്ള ഒരു MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ഷീറ്റുകൾ സ്ക്വയർ ബട്ട് ജോയിന്റായി സെറ്റ് ചെയ്യുക. സ്പെസിഫിക്കേഷനുകൾക്കനുസരിച്ചുള്ള ഫ്ലക്സ്, നോസിൽ നമ്പർ 3 എന്നിവ തിരഞ്ഞെടുക്കുക. ഓക്സിജന്റെ മർദ്ദം 0.5 മുതൽ 1.41 kg/cm² വരെയും അസറ്റലിന്റെ 0.8 മുതൽ 0.15 kg/cm² വരെയും ക്രമീകരിക്കുക. 1.6 mm സിലിക്കൺ ബ്രോൺസ് ഫില്ലർ റോഡ് ഉപയോഗിക്കുന്നു. 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉരുകിയ ഫില്ലർ മെറ്റീരിയൽ ഫ്രീ ആയി ഒഴുകാൻ സഹായിക്കുന്നതിന് ഓക്സിഡൈസിംഗ് ഫ്ലെയിം സെറ്റ് ചെയ്യുക. ബ്രേസിംഗ് സമയത്ത് സിങ്കിന്റെ ബാഷ്പീകരണം നടക്കുന്നത് ഒഴിവാക്കാനായി ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഉപയോഗിക്കുന്നു. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിക്കുക. ഷീറ്റുകളും ജോയിന്റ് ഏരിയയും ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുക. ഇത് നല്ല ബോണ്ടിംഗ് ലഭിക്കുന്നതിനും ജോയിന്റ് ഫില്ലർ മെറ്റലിനെ നനവുള്ള അവസ്ഥയിലേക്ക് മാറുന്നതിനും അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഹോട്ട് ഫില്ലർ റോഡ് ഫ്ലക്സിൽ മുക്കുകയും ജോയിന്റിൽ ഫില്ലർ റോഡ് ഉരുക്കി ശരിയായ നനവുള്ള സാഹചര്യം ഉറപ്പാക്കുകയും ഒരു സിംഗിൾ റൺ ജോയിന്റ് പൂർത്തിയാക്കുകയും ചെയ്യുക. ബെൽ മൗത്ത് ഗ്രോസ് നിറയ്ക്കാൻ ശരിയായ ആംഗിളിൽ ഉപയോഗിച്ച ഫ്ലക്സ് അപ്ലൈ ചെയ്ത് ബ്ലോ പൈപ്പും ഫില്ലർ റോഡും നിയന്ത്രിക്കുക. മോൾട്ടൺ പൂൾ സ്ഥാപിച്ച ശേഷം നിക്ഷേപിച്ച ലോഹം ഭാഗികമായി മരവിപ്പിക്കാൻ അനുവദിക്കുന്നതിന് തീജ്വാല ചെറുതായി കുറയ്ക്കുന്നു. അടുത്ത ഡെപ്പോസിറ്റ് ഒരുങ്ങുന്നതിനായി ഫില്ലർ റോഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. കൊറോഷൻ ഒഴിവാക്കാൻ പൂർത്തിയായ വെൽഡിൽ ഉപയോഗിക്കാത്തതും അവശേഷിക്കുന്നതുമായ ഫ്ലക്സ് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ബ്രാസിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു 1.6 mm കനമുള്ള MS ഷീറ്റിൽ ലാപ്പ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ചുള്ള ഫ്ലക്സ്, നോസിൽ നമ്പർ 3 എന്നിവ തിരഞ്ഞെടുക്കുക. ഒരു ഗ്യാപ്പ് വരാതെ ഒരു ലാപ്പ് ജോയിന്റായി ഷീറ്റുകൾ സജ്ജമാക്കുക. 1.6 mm സിലിക്കോൺ ബ്രോൺസ് ഫില്ലർ റോഡ് ഉപയോഗിക്കുക. ഇത് ഉരുകിയ ഫില്ലർ മെറ്റൽ 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഫ്രീ ആയി ഒഴുകാൻ സഹായിക്കുന്നു. ഓക്സിഡൈസിംഗ് ഫ്ലെയിം സെറ്റ് ചെയ്യുക.
ബ്രാസിംഗ് സമയത്ത് സിങ്കിന്റെ ബാഷ്പീകരണം നടക്കുന്നത് ഒഴിവാക്കാനായി ഓക്സിഡൈസിംഗ് ഫ്ലെയിം സഹായിക്കുന്നു. ലെഫ്റ്റ് വാർ ടെക്നിക്ക് ഉപയോഗിക്കുക. ഷീറ്റുകളും ജോയിന്റ് ഏരിയയും ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുക. ഇത് നല്ല ബോണ്ടിംഗ് ലഭിക്കുന്നതിനും ജോയിന്റ് ഫില്ലർ മെറ്റലിനെ ശരിയായി നനയ്ക്കുന്നതിനും അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ശരിയായ സ്പ്രെഡിംഗ് കണ്ടീഷൻ ഉറപ്പാക്കാൻ ജോയിന്റിലേക്ക് ഫില്ലർ റോഡ് മെൽറ്റ് ചെയ്യുകയും ഹോട്ട് ഫില്ലർ റോഡിനെ ഫ്ലെക്സിൽ മുക്കുകയും ചെയ്യുക. ജോയിന്റിൽ കൂടുതൽ ചൂട് പ്രയോഗിക്കുന്നത് ഒഴിവാക്കുക. MS ഷീറ്റിന്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ അമിതമായി ചൂടാകുന്നത് തടയാൻ മെൽറ്റിംഗ് ഫില്ലർ റോഡിലോ വെൽഡ് ഡെപ്പോസിറ്റിലേക്കോ മാത്രമേ തീജ്വാലയെ നയിക്കാവൂ. ഒരു സിംഗിൾ റണ്ണിൽ ജോയിന്റ് പൂർത്തിയാക്കുക. വെൽ മൗത്ത് ഗ്രോ നിറയ്ക്കാൻ ശരിയായ ആംഗിൾസ് ഉപയോഗിച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്ത് ബ്ലോ പൈപ്പും ഫില്ലർ റോഡും നിയന്ത്രിക്കുക. മോൾട്ടൺ പൂൾ സ്ഥാപിച്ച ശേഷം നിക്ഷേപിച്ച ലോഹം ഭാഗികമായി മരവിപ്പിക്കാൻ അനുവദിക്കുന്നതിന് തീജ്വാലയെ ചെറുതായി കുറയ്ക്കുന്നു. അടുത്ത ഡെപ്പോസിറ്റ് ചെയ്തത് ഉരുകാനായി ഫില്ലർ റോഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ബ്രേസിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു 1.6 mm കനമുള്ള ഒരു MS ഷീറ്റിൽ T ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ഒരു ഗ്യാപ്പുമില്ലാതെ ഷീറ്റുകൾ T ജോയിന്റായി സെറ്റ് ചെയ്യുക. നോസിൽ സ്പെസിഫിക്കേഷനുകൾക്കനുസരിച്ചുള്ള ഫ്ലക്സ്, നോസിൽ നമ്പർ 3 എന്നിവ തിരഞ്ഞെടുക്കുക. .6 ഡയ സിലിക്കോൺ ബ്രോൺസ് ഫില്ലർ റോഡ് ഉപയോഗിക്കുക. ഇതുരുകിയ ഫില്ലർ മെറ്റൽ 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഫ്രീ ആയി ഒഴുകാൻ സഹായിക്കുന്നു. ഓക്സിഡൈസിംഗ് ഫ്ലെയിം സെറ്റ് ചെയ്യുക. ബ്രാസിംഗ് സമയത്ത് സിങ്കിന്റെ ബാഷ്പീകരണം നടക്കുന്ന ഒഴിവാക്കാനായി ഓക്സിഡൈസിംഗ് ഫ്ലെയിം സഹായിക്കുന്നു. ലെഫ്റ്റ് വാർഡ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഷീറ്റുകളും ജോയിന്റ് ഏരിയയും ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുക. ഇത് നല്ല ബോണ്ടിംഗ് ലഭിക്കുന്നതിനും ജോയിന്റ് ഫില്ലർ മെറ്റലിനെ ശരിയായി സ്പ്രെഡ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ശരിയായ സ്പ്രെഡിംഗ് കണ്ടീഷൻ ഉറപ്പാക്കാൻ ജോയിന്റിലേക്ക് ഫില്ലർ റോഡ് മെൽറ്റ് ചെയ്യുകയും ഹോട്ട് ഫില്ലർ റോഡിനെ ഫ്ലെക്സിൽ മുക്കുകയും ചെയ്യുക. ജോയിന്റിൽ കൂടുതൽ ചൂട് പ്രയോഗിക്കുന്നത് ഒഴിവാക്കുക. MS ഷീറ്റിന്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ അമിതമായി ചൂടാകുന്നത് തടയാൻ മെൽറ്റിംഗ് ഫില്ലർ റോഡിലോ വെൽഡ് ഡെപ്പോസിറ്റിലേക്കോ മാത്രമേ ഫ്ലെയിമിനെ കൊണ്ടുപോകാവൂ. ഒരു സിംഗിൾ റണ്ണിൽ ജോയിന്റ് പൂർത്തിയാക്കുക. വെൽ മൗത്ത് ഗ്രോ നിറയ്ക്കാൻ ശരിയായ ആംഗിൾസ് ഉപയോഗിച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്ത് ബ്ലോ പൈപ്പും ഫില്ലർ റോഡും നിയന്ത്രിക്കുക. മോൾട്ടൺ പൂൾ സ്ഥാപിച്ച ശേഷം നിക്ഷേപിച്ച മെറ്റൽ ഭാഗികമായി മരവിപ്പിക്കാൻ അനുവദിക്കുന്നതിന് തീജ്വാല ചെറുതായി കുറയ്ക്കുന്നു. അടുത്ത ഡെപ്പോസിറ്റ് ചെയ്തത് ഉരുകാനായി ഫില്ലർ റോഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ബ്രാസിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഒരു 1.6 mm കനമുള്ള ഒരു MS ഷീറ്റിൽ സ്ക്വയർ ബഡ് ജോയിന്റ്, ലാപ്പ് ജോയിന്റ്, T ജോയിന്റ് എന്നിവ ചെയ്യുമ്പോൾ പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കും. ജോയിന്റിന്റെ യൂണിഫോം വെൽഡും സൈസും ഷേപ്പും പരിശോധിക്കുക. വെൽഡ് ചെയ്ത ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് വെൽഡിൽ ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബ്ലോ ഹോൾസ്. Lack of root fusion. Uneven ripples. Lack of root penetration. Undercut. Craters. Uneven ripples. Cracks.
lack of root fusion. Lack of root penetration. Recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ബ്രേസിംഗിന് നോസൽ, ഫില്ലർ റോഡ്, ഫ്ലക്സ്, ഫ്ലെയിം എന്നിവ തിരഞ്ഞെടുക്കുക. സ്ക്വയർ ബഡ് ജോയിന്റ്, ലാബ് ജോയിന്റ്, ടി ജോയിന്റ് എന്നിവയ്ക്ക് വേണ്ട ഷീറ്റുകൾ സെറ്റ് ചെയ്യുക. ഡിഫെക്ട്സുകൾ അറിയാൻ വെൽമെറ്റ്സ് പരിശോധിക്കുക.